ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ച്. ഇന്ത്യയിൽ തന്നെ വളരെ മനോഹരമായതും വളരെ പ്രശസ്തമായതും ഉള്ള ഒരു ബീച്ച് തന്നെയാണിത്. ഇവിടെ രാവിലെ കാണുന്ന കാഴ്ച ആളുകൾ വ്യായാമം ചെയ്യാൻ വരുന്നത്, നടക്കാൻ ഓടാനും വരുന്ന കാഴ്ചയാണിത്. ഇവിടെ കുറേ ഉന്തുവണ്ടികളുണ്ട്, കച്ചവട വണ്ടികൾ. ഈ കച്ചവട വണ്ടിയൊക്കെ ഒന്ന് പരിഷ്കരിച്ച് ഒന്നുകൂടെ കിയോസ്കാക്കി നല്ല മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ഇതൊരു പ്രാകൃത രൂപം തന്നെയാണ്. ഒന്നുകൂടെ മനോഹരമാക്കി പരസ്യം കൊടുത്താൽ കുഴപ്പമില്ല. ഒന്നുകൂടെ മനോഹരമാക്കി നല്ല വൃത്തിയും ഭംഗിയുമായി രൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ബീച്ച് തന്നെ കൂടുതൽ മനോഹരമായിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് വരും. ഇവിടെ എന്തൊക്കെ കുറച്ച് പണികൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ബീച്ചിൻ്റെ വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്ക് വരാം. ഇവിടെ കുറേ കലാരൂപം തന്നെയുണ്ട്. കൂടാതെ ഇരിപ്പിടങ്ങളുമുണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. അത് വളരെ മനോഹരം തന്നെയാണ്. പിന്നെ ഇവിടെ കാണുന്ന കാഴ്ച വേസ്റ്റ് ബിൻ. വളരെ മനോഹരമായ വേസ്റ്റ് ബിൻ വൃത്തിയാക്കുന്നു. നല്ല ഭംഗിയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനും ഡെയിലി ബേസിൽ പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു ഭംഗിയുള്ള ബീച്ചിന് നല്ല ഭംഗിയുള്ള ഒരു വേസ്റ്റ് ബിൻ ഇത് നന്നായി പരിപാലിക്കുന്നെന്ന് തോന്നുന്നു. ആളുകൾ കുടുംബമായും ഒറ്റക്കായും ബാച്ചിലായും കൂട്ടായ്മയൊക്കെ വ്യായാമം ചെയ്യാൻ വരുന്നൊരു സ്ഥലമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. ഇരിപ്പിടങ്ങളും പുൽത്തകിടിയും എല്ലാം കൊണ്ട് തന്നെ വളരെ മനോഹരമായ ബീച്ച്. ഇവിടെ കാണുന്ന ചെറിയ പുൽത്തകിടി, ആ ഭാഗങ്ങളിൽ ഒരു മരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ തണൽ നൽകുന്നു. അല്ലെങ്കിൽ മരത്തിന് പകരം ഒരു വലിയ കുടയെങ്കിലും മതി. ഈ കാണുന്നത് ചാക്കുകൊട്ടാണ്. ഈ കോഴിക്കോടിന് സാംസ്കാരിക കച്ചവടം വിളിച്ചു പോകുന്ന പഴയ ചാക്കിൻ്റെ ഒരു ചാക്കിൻ്റെ മാതൃകയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചാക്കിൻ്റെ മാതൃകയാണ് ഈ കാണുന്നത്. അതിനെ ഒരു പാറക്കല്ല് കൊത്തിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. വളരെ നല്ലൊരു കാഴ്ച തന്നെയാണിത്. നാച്ചുറലായിട്ട് ഒരു പെയിൻറ്റും ഇല്ല, നല്ല ഭംഗി തന്നെയുണ്ട്. ഈ കാണുന്ന ഇരിപ്പിടത്തിന് ആ പുൽത്തകിടിയിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഒരു തണൽ മരങ്ങളോ അല്ലെങ്കിൽ പുഷ്പമരങ്ങളോ അല്ലെങ്കിൽ ആ പുഷ്പമരങ്ങളോ ബീച്ചിന് ഭംഗി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ കുട തണം നൽകുന്ന ഒരു കുടയുടെ ഒരു നല്ല ഭംഗിയിൽ നല്ല പുതിയ മോഡൽ വെക്കുകയാണെങ്കിൽ ഉച്ച സമയത്ത് ഇവിടെ ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റും. ഒരു ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രത്തിലുപരി കൂടുതൽ സമയം ആളുകൾ ഇരിക്കുമ്പോഴേ അവിടെ കൂടുതൽ വരുമാനം ഉണ്ടാകും. രാവിലെ വാക്ക് ചെയ്യാൻ വന്നിട്ടോ ഭാഗ്യയുടെ കാറ്റുകൾ വന്നിട്ടോ ഉള്ള ആ ഒരു വികസനമല്ല നമ്മൾ കാണേണ്ടത്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം 24 മണിക്കൂറും ആക്റ്റീവ് ആവണം, എല്ലാ രീതിയിലും നല്ല രീതിക്ക്. ഈ കാണുന്ന ശില്പങ്ങളാണ് ഈ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇരിപ്പിടങ്ങളും വളരെ മനോഹരമായി തന്നെയാണ്. എല്ലാം കല്ലുകൊണ്ടുള്ള ഇരിപ്പിടം തന്നെയാണ്. ഒരു ചേച്ചിയോട് വൃത്തിയാക്കുന്നുണ്ട്. കുറേ ചേട്ടന്മാരും ഉന്തുവണ്ടി കൊണ്ട് ചപ്പൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരി ഒരു കവറിലാക്കി ഒരു വണ്ടിയെ കൊണ്ടുപോയി ഒരു ലോറി കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള പണികൾ ഇവിടെ ചെയ്യുന്നു. ഇപ്പോൾ സമയം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സമയം രാവിലെ ഒരു 7:15 ആ സമയത്താണ്. അതാണ് കുറച്ച് ഡിമ്മായത്. ലൈറ്റ് സൂര്യപ്രകാശം കൂടുതൽ വരുന്നതേയുള്ളൂ. അതാണ് കുറച്ച് ഡിമ്മായിട്ടുള്ളത്. ഈ കാണുന്ന കല്ലുകൊണ്ടുള്ള ശില്പമാണ് ഇവിടെ കൂടുതൽ കാണുന്നതും. അത് നാച്ചുറലായിട്ട് വെച്ചിട്ടുണ്ട് ഓരോ ശില്പങ്ങൾ. കുടകളോ മരങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതൽ മനോഹരമാക്കുമെന്നും ഞാൻ വീണ്ടും പറയുന്നു. പിന്നെയുള്ളത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ
ടൂറിസം സീസണിലെങ്കിലും ആ ഭാഗങ്ങളിൽ ഒരു സാംസ്കാരിക കലകൾ, കേരളത്തിൻ്റെ ഇന്ത്യയിലെ സാംസ്കാരിക കലകൾ, ഡാൻസുകൾ, നൃത്യങ്ങൾ, പാട്ടുകൾ, നാടൻ കലാരീതികൾ എല്ലാം രാത്രി ഒരു 6 മണി മുതൽ 12 മണി വരെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തെ കൂടുതൽ ഉണർവാക്കുന്നു. അങ്ങനെ കൂടുതൽ ഫുഡ് കോർട്ട്, ഫുഡ് സ്ട്രീറ്റ് എന്നിവ ഉണ്ടാകുന്നതോടൊപ്പം കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയും കൂടുതൽ പണം ഇവിടെ ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ കോഴിക്കോടിനും നമ്മുടെ നാടിനും പ്രത്യേക അഭിവൃദ്ധിയും സമ്പത്തും കൈവരുന്നു. കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. ഏതൊരു സ്ഥലവും വൃത്തിയും സൗന്ദര്യത്തോടെയും സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, പക്ഷെ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ആർക്കും സമയമില്ല. എങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ കോഴിക്കോട് മനോഹരമായ എഴുത്ത്, ഒരു കോഴിക്കോടുകാരുടെ തന്നെ ഒരു എഴുത്ത് തന്നെയാണിത്. DTPCക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വളരെ മനോഹരമായ ഒരു സെൽഫി സ്പോട്ടാണിത്. രാത്രി ലൈറ്റ് ചെയ്ത് പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. ഇതിൻ്റെ അപ്പുറത്ത് ഐ ലവ് കോഴിക്കോട് എന്നുണ്ട്. ഇവിടെ നമ്മുടെ കോഴിക്കോട് എത്ര നോക്കിയാലും മതി വരില്ല. ഈ കാഴ്ച, ഈ ബീച്ചിലുള്ള ഈ വാട്ടർ ഫ്രണ്ടിലൂടെയുള്ള കാഴ്ച, ഇത് ബൊളവാർഡാണ്, വാട്ടർ ഫ്രണ്ടാണ് എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ കരുതാം. നിങ്ങൾക്ക് എന്തോരം പറയാം. ഇവിടെ കുറച്ച് ചേട്ടന്മാർ സൈക്കിൾ കഴിഞ്ഞ് റെസ്റ്റ് ഇരിക്കുന്നു. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ദിവസവും രാവിലെ 10 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ നാട്ടിൻ്റെ അടുത്ത്. ഇവിടെ ഞാൻ രാവിലെ ഈ ബീച്ച് രാവിലെ കണ്ടപ്പോൾ വന്ന ആദ്യ കാഴ്ച കാണുന്നത് പ്രായമായ അപ്പൂപ്പന്മാർ, ഒരു 50-60 വയസ്സായ അപ്പൂപ്പന്മാർ ഇവിടെ എക്സസൈസ് ചെയ്യുന്നു. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. നല്ല വ്യായാമം, നല്ല ആരോഗ്യം ഉണ്ടാവുന്ന ഒരു കാഴ്ച തന്നെയാണിത്. വ്യായാമം ശരീരത്തിന് അത്യാവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര പേർ ചെയ്യുന്നു, ആകെ സമയമില്ല എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഒഴിവാക്കി നമ്മുടെ ആരോഗ്യത്തിന് മോശമാകുന്നു. ഇതിനൊക്കെ വേണ്ടൊരു ഓട്ടത്തിൽ നമ്മളത് മറക്കുന്നു, ചെയ്യുന്നില്ല. കല്ലുകൊണ്ടുള്ള ശില്പങ്ങൾ തന്നെ ഈ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുന്നു. പറഞ്ഞു വന്നത്, ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ ടൂറിസം സീസൺ വരുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ 5 മാസം ആളുകൾ കൂടുതൽ ടൂറിസ്റ്റിന് പോകുന്ന ഓരോ മാസങ്ങളാണ്. ടൂർ പോകുന്ന മാസങ്ങളാണ്. ആ സമയം ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കൂടുതൽ അലങ്കരിക്കുകയും വൃത്തിയാക്കുകയും സൗന്ദര്യമാക്കുകയും ചെയ്യണം. അവിടെ അതിനനുബന്ധമായ കലാരൂപങ്ങൾ, ഡാൻസുകൾ, പാട്ടുകൾ, ഭക്ഷണ രുചി വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ എന്നിവ എല്ലാം ഒരുക്കി വയ്ക്കണം. ഒന്നുകൂടെ മോഡേൺ ശൈലിയിൽ രൂപപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ മനോഹരമായിരിക്കും. പ്രാചീനവും വേണം, മോഡേൺ ശൈലിയിലും വേണം. പകൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് രാത്രി വിശ്രമിക്കാനൊരു ഇടം അതുമായിട്ട് ഇതിനെ ഇരുത്തണം. രാത്രി 12 മണി വരെ എങ്കിലും ഇവിടെ പ്രവേശനം അനുവദിപ്പിക്കുന്നു വിചാരിക്കുന്നു. അതുവരെയെങ്കിലും ആ പരിപാടി ഉണ്ടാവണം. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം നൈറ്റ് ലൈഫിനും കൂടെ ഉതകുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഒരു മരങ്ങൾ കാണുന്നുണ്ട്. നല്ല തണൽ മരം തന്നെയാണ്. ഞാൻ കുറച്ച് മാസം മുന്നേ വന്നപ്പോൾ ഇവിടെ ഉച്ച സമയത്ത് വന്നപ്പോൾ ഇവിടെ ആളുകളെല്ലാം മരത്തിന്റെ താഴെയാണ്. നല്ല വെയിലായിരുന്നു ആ സമയത്ത്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല വെയിലായിരുന്നു. വെയിലത്ത് വരരുത് എന്ന് പറയരുത്. ഇത് കടൽ ഭംഗിയാണ്, ഈ സമയത്ത് വരണം. അത് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടെങ്കിൽ, തണലത്തിരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ മനോഹരമായിരുന്നു. ഇവിടുത്തെ നമ്മൾ ബീച്ചിന്റെ വീതി, വാട്ടർ ഫ്രണ്ടിന്റെ വീതി കുറഞ്ഞു വരുന്നതായി കാണുന്നു. ഇനി അടുത്ത ഘട്ടം വരുന്നത് കലാരൂപമുള്ള ഒരു പ്രത്യേക ഏരിയയാണ്.
ഈന്തപ്പനകളും കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചു തോന്നുന്ന ഓരോ കലാരൂപങ്ങൾ. ഇപ്പോൾ അതിൻ്റെ മോഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും നല്ല ഭംഗിയുണ്ട്, ബ്യൂട്ടിഫൈ ഉണ്ട്. ഒരു ബസ്സിൻ്റെ ആകൃതിയിലുള്ള ഒരു കഫേറ്റേരിയ ഒരു ക്യാൻറ്റീനാണ്. ഒരു ജീപ്പിൻ്റെ ഒരു വാൻ്റെ ആകൃതിയിലുള്ള ഒരു കഫേറ്റേരിയ. ഇതൊക്കെ ഓരോ സെൽഫി സ്പോട്ടായി തന്നെ എടുക്കാം. ഇവിടെ ഓരോരോ ഷെഡുകൾ ഉണ്ട്, അത് വളരെ മനോഹരമായി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാർഡൻ ലൈറ്റിൽ ഓരോ പരസ്യങ്ങൾ വെച്ചിട്ടുണ്ട്, ഓരോ മുദ്രാവാക്യങ്ങൾ, ഓരോ വാചകങ്ങളുള്ള ഓരോ അർത്ഥവത്തായ വാചകങ്ങളിലുള്ള ഓരോ പരസ്യങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. അത് പരസ്യത്തിന് ഒരു ഇൻഫർമേഷൻ കൂടിയാണിത്. കോഴിക്കോട് ബീച്ച് ലോങ് സൈറ്റ് കാണുന്നത് ഭയങ്കര ഭംഗി തന്നെയാണിത്. ആ കാണുന്നതാണ് കടൽപ്പാലം. കടൽപ്പാലത്തെ ഭിത്തികളാണ്. ഇപ്പോൾ കടൽപ്പാലമില്ല. ആളുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഞാനും നടന്നുകൊണ്ടേയിരിക്കുന്നു. എത്ര കണ്ടാലും മതിയാത്ത ഒരു സ്ഥലമായി നമുക്ക് നമ്മുടെ ടൂറിസം സ്ഥലത്തെ ഓരോ ബീച്ചിനെയും മാറ്റണം, വൃത്തിയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യണം. ഇതുപോലെ തന്നെ കുറച്ചും കൂടെ വൃത്തിയായി സൗന്ദര്യവൽക്കുകയും ചെയ്യുന്നത് കൂടുതൽ മനോഹരമായിരിക്കും, കൂടുതൽ ആളുകൾ വരികയും ചെയ്യും. ഇപ്പോൾ ഉള്ളത് പോയെന്നല്ല, നിങ്ങൾ കുറച്ചുകൂടെ ചെയ്യുകയും ചെയ്യണം. വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം, സൗന്ദര്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ തന്നെ കൂടുതൽ അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ടൂറിസത്തിന് നല്ലൊരു പ്രാധാന്യമുള്ള സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം, ഈ കൊച്ചു കേരളം. പ്രോത്സാഹം കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ ഇനിയും സൗന്ദര്യവൽക്കരിക്കേണ്ടതുണ്ട്. കട്ടകൾ തന്നെ, ഇതിനെ കല്ല് വെച്ച് തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. ഓരോ ചുമർചിത്രം തന്നെ വളരെ മനോഹരമായ ചിത്രങ്ങളാണ്. വലിയങ്ങാടിയിലെ ഓരോ പലചരക്ക് കടയുടെയും അവിടുത്തെ ചുമട്ട് തൊഴിലാളികളുടെ, പിന്നെ കോഴിക്കോട് സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന ഓരോ ചിത്രങ്ങൾ എന്നിവയ്ക്കുമാണ് ഇവിടെ വരയായി ഇരിക്കുന്നത്, ചിത്രമായി ഇരിക്കുന്നത്. ഈ ഓരോ ആ മഞ്ഞ ആർച്ച് കാണുന്നത് ഒരു അറേബ്യൻ നാടിൻ്റെ ആ ഒരു ഭംഗിയാണ്, ആ ഒരു രൂപമാണ് ഓർമ്മ വരുന്നത്. ഒരു പ്രത്യേക ഭംഗി തരുന്നത് അത് കാണാൻ. ആ ഒരു കളറും അറേബ്യൻ നാടിൻ്റെ ആ ഒരു മഞ്ഞ കളർ തന്നെയാണ് ഇവിടെയും അതേ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗി തന്നെയുണ്ട്. ഒരുപാട് ആളുകൾ തന്നെ നടത്തും. എത്ര മനോഹരമായ സ്ഥലം! ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഇതുപോലെ ബീച്ച് അല്ലെങ്കിൽ നല്ല വാക്യം വരെ ഉണ്ടാവണം. ഇത് കടൽപ്പാലത്തിലേക്കുള്ള വഴിയായിരുന്നു. ഇപ്പോൾ ആ കടൽപ്പാലമില്ല, അത് ഇടിഞ്ഞ് പൊളിഞ്ഞു വീണു. ഇതിനെ വീണ്ടും പുതുക്കി പടുകയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിന് പുതിയൊരു ഭാവം തന്നെ ഉണ്ടാകും. കേരളത്തിൽ തന്നെ അതൊരു മുതൽക്കൂട്ടാവും. എത്രയും പെട്ടെന്ന് കടൽപ്പാലം ആധുനിക രീതിയിൽ നല്ല ഭംഗിയിൽ നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ നല്ല വലുതായി കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന ഇരിക്കാവുന്ന ഗാർഡൻ ചെയറൊക്കെ വെച്ചിട്ടുള്ള കടൽപ്പാലം തന്നെ ഉണ്ടാവണം. കൂടെ ഗാർഡൻ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല വേസ്റ്റ് ബിന്നും അതൊക്കെ തന്നെ ഒരു കടൽപ്പാലം ഉണ്ടെങ്കിൽ കൂടുതൽ മനോഹരമായിരിക്കും. നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ മനോഹരമാക്കാൻ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ ഏരിയയും വൃത്തിയായി പരിപാലിക്കുക എന്ന് തന്നെ ഏറ്റവും ഉത്തമമായ കാര്യം. കൂടാതെ ഇതിൻ്റെ അപ്പുറത്തുള്ള ആ ഭാഗത്തെ കുറച്ച് അപ്പുറത്തുനിന്ന് അത്
സ്ഥലം പിന്നെ ഷൂട്ട് ചെയ്യാൻ. ആ ഭാഗത്ത് ഒരു വലിയ ഒരു കോഴിക്കോടിൻ്റെ ബേപ്പൂരിൻ്റെ ഒരു നിർമ്മിതിയായ ഒരു പനപ്പൊക്കത്തിൽ അത്രയും ഹൈറ്റ് അത്രയും വലുതാ ഒന്ന് നിർമ്മിക്കുകയാണെങ്കിൽ അതിലൊരു സ്കൈ ഡെക്ക് ഒരു വ്യൂ പോയിന്റും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആളുകൾക്ക് കയറി കാണാനും ഫോട്ടോ എടുക്കാനും അവിടെ സമയം ചെലവഴിക്കാനുള്ള ഒരു വലിയൊരു അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് കടലിൽ നോക്കുമ്പോൾ കാണുകയും നോക്കുമ്പോൾ നഗരത്തെ മൊത്തം കാണുന്ന രീതിയിൽ അത്രയും വലിയ ഒരു നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിന് അഭിമാനമുള്ള ഒരു സ്റ്റാച്യു ചെയ്ത് വളരും. കൂടുതൽ ആളുകൾ അതുമൂലം ഈ ബീച്ചിലേക്ക് വരികയും ഇവിടെ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ആ ഭാഗത്താണ് ഓപ്പൺ സ്റ്റേജ് ഉള്ളത്. എല്ലാവിടെയും മരങ്ങൾ വരണം എന്ന് പറയുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു 10 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടെങ്കിൽ മരമോ ചെറിയ കുടകളോ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഉച്ച സമയത്തെങ്കിലും വന്ന് ഇവിടെ ഇരിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാവും. രാവിലെ ഷൂട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്. എനിക്ക് ജോലിക്ക് പോയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഷൂട്ട് ചെയ്ത് തിരുത്തത്. ഇത് രാവിലെ ഒരു 7:15 ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതാണ് കുറച്ച് ഡിമ്മായത്. ഇവിടം വരുന്ന ആളുകൾ നടക്കുന്നത് ഇനി വീണ്ടും തിരിച്ച് നടക്കുന്നു. ലോങ് സൈറ്റ് കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു വ്യൂ തന്നെയാണ്. കടപ്പാലം കൂടി ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ മനോഹരമായിരുന്നു. കടൽപ്പാലം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഉണ്ടാകുമെന്ന് ആശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു. പച്ചപ്പ് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ ഒരു ഇരിപ്പിടവും നല്ല ഭംഗി തന്നെയാണ്. ഒന്നും പറയാല്ല, നല്ല വൃത്തിയായി പരിപാലിക്കുന്നു. എങ്കിലും കുറച്ചുകൂടെ മനോഹരമാക്കാമെങ്കിൽ കൂടുതൽ നന്നായേനെ. ആളുകൾ വിശ്രമിക്കുന്നു. എനിക്കെൻ്റെ സമയമായി. ഇതാണ് ഇതിൻ്റെ കവാടം. ഞാൻ വലിയങ്ങാട് വഴിയാണ് ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ കവാടം. വളരെ മനോഹരമായ കവാടം തന്നെയാണിത്. താങ്ക് യു.